ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ നാമം ഉയർക്കുമാറാകട്ടെ. ആണ്ടവർ പരിശുദ്ധൻ പരിശുദ്ധൻ. അവനെ നമുക്ക് കൂപ്പിടാം. അവൻ ചെയ്തിരിക്കുന്ന വൻ കാര്യത്തെ ഓർക്ക് അവനെ നമുക്ക് വണങ്ങിയിടാം. അവൻ മഹാപരിവൻ മഹാവലിവൻ. അതിനായി നമുക്കവന് സ്തോത്രം ചെയ്തിടാം. നമ്മൾ ഇന്ന് എപ്പിസോഡ് 96 നമ്മൾ പോവുകയാണ്. നമ്മൾ ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടായിരുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ 1:14-15 വാക്യം നമ്മൾ ഇന്ന് നമ്മൾ വിസാരിക്കാൻ പോകുന്നത്. 14-15 നമ്മൾ നേരത്തെ കൊഞ്ചം ഭാഗം നമ്മൾ ചിന്തിച്ചാച്ച് ഒന്നും കൂടെ 14 വാക്യത്തിൽ പോയിട്ട് 15 വാക്യത്തിലേക്ക് നമുക്ക് വിസാരിച്ചിടാം. 14 വാക്യം 15 വാക്യം നമുക്ക് പാക്കലാം. എന്നെ ആണ്ടവർ നമ്മളോട് പേശുന്ന എന്ന് നമുക്ക് അന്നേരം പിടിയും. അന്നേരം നമ്മൾ ആണ്ടവർ നമുക്ക് പേശുന്ന പിരിയുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ആണ്ടവരോട് നമുക്ക് നേസം വർദ്ധിച്ചിടും. അവനിലും നമ്മൾ ബലപ്പെടും. അവൻ്റെ ഫലങ്ങൾ നമുക്ക് കിടക്കിടും. ഇത് ആത്മീയ ഫലങ്ങൾ വർദ്ധിച്ചിടും. അത് നമുക്ക് അതുമൂലം ഇടയാവും. എങ്കിൽ നമ്മൾ വാസിക്കുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മളിത് വാസിക്കുന്നത് അത് എന്നെ പറ്റി ഇത് പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനം അതായത് പൗലോസ് സേനിയന്മാർ പിടിച്ച് അവൻ്റെ കൈകാലുകൾ കെട്ടി അവനെ കെട്ടപ്പെട്ട അവസ്ഥയിൽ ചങ്ങലയിലിട്ട് അവനെ ജയിലിൽ വെച്ചിരിക്കുകയാണ്. അങ്ങേ ഇരുന്ന് അവൻ എഴുതിയ ലേഖനം എങ്കിൽ അവൻ ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും ഇരിക്കുമ്പോൾ തന്നെ അവൻ തൻ്റെ കൂട്ടു സഹോദരന്മാർക്ക് എപ്പടി ആണ്ടവരെ പുകഴ്ത്തുവാൻ തക്കോണം, ആണ്ടവരെ മഹത്വപ്പെടുത്താൻ പറ്റണം, അവൻ്റെ മഹിഴ്ചയെ എപ്പടി വർണ്ണിക്കാൻ തക്കോണം അവൻ ഈ ലേഖനം എഴുതുക. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ മുറുകി വന്ന് അല്ലെങ്കിൽ ധൈര്യം കൊണ്ട് നമ്മൾ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുവാൻ, ആണ്ടവർ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ തക്കോണം നമുക്ക് അതുകൊണ്ട് സാധിക്കും. അതാണ് എങ്കിൽ നമുക്ക് വാസിക്കാനുള്ളത്. ആണ്ടവർ ചെയ്ത വൻ കാര്യത്തെ നമ്മൾ ഇങ്ങനെ വിസാരിക്കാൻ പോകുന്നത്. നമ്മൾ വാസിക്കുന്ന 13 വാക്യത്തിൽ എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അഹമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. അങ്ങനെ നമ്മൾ 13 വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്? 13 വാക്യം നമ്മൾ നേരത്തെ വാസിച്ചാച്ച് 14 വാക്യത്തിൽ അത് കഴിഞ്ഞിട്ട് 14 നമ്മൾ അന്നേരം ഇங்கே 13 വാക്യത്തിൽ എന്നാ சொல்லுது? എൻ്റെ ബന്ധനങ്ങൾ, അതായത് എന്നെ ചങ്ങലയിൽ ഇട്ട് പൂട്ടിയത് അത് എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന്. അതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. അത് ആണ്ടവരായ യേശു ക്രിസ്തു നിമിത്തമാകുന്നു. അവന് വേണ്ടിത്താൻ ഞാൻ ബന്ധസ്ഥനായത്. അല്ലാതെ ഞാൻ കുറ്റം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ തെറ്റ് പണിയിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ കലാപങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിന് വേണ്ടി മറ്റും ഞാൻ ബന്ധസ്ഥനായത്. കാരണം അവനെ ഞാൻ നേസിച്ചത് മൂലം അവന് വേണ്ടി ഞാൻ എന്തും ശിക്ഷ അനുഭവിപ്പാൻ തക്കോണം ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബന്ധസ്ഥനായത് ക്രിസ്തു നിമിത്തമാണ്. അത് 13 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് അത് അങ്ങനെയുള്ള എല്ലാ സൈനികർക്കും അല്ലെങ്കിൽ ഉള്ള എന്നെ ആരൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്നെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇട്ടോ അവർക്ക് എല്ലാവർക്കും தெரியும் എന്നിൽ കുറ്റമൊന്നുമേ ഇല്ലായിരുന്നു, കുറ്റമുണ്ടായിട്ടില്ല. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നാമം ഞാൻ പേശിയത് മൂലം ഞാൻ എന്ത് പറ്റിയിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ കെട്ടപ്പെട്ട അവസ്ഥയിലിരിക്കുക. അന്ന് നമ്മൾ 14 വാക്യത്തിൽ നമ്മൾ വാസിക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തിന് പോഷിക്കുമായിട്ട്, അതായത് ഇത് എന്തിന്? ദൈവത്തിൻ്റെ നാമത്തിന് പോഷിക്കായിട്ട്. അങ്ങനെ പോഷിക്കായിട്ട് അതായത് അവൻ്റെ നാമം മഹിമപ്പെടണം അല്ലെങ്കിൽ മഹിഴ്വണം. അതാണ് അവൻ്റെ ആഗ്രഹം. അവൻ്റെ ഹൃദയത്തിലെ വാഞ്ച എന്ന് ചൊല്ലിയാൽ, അവൻ്റെ ഹൃദയത്തിലെ ഇഷ്ടം എന്ന് ചൊല്ലിയാൽ എന്തോ അവൻ മൂലം എന്നാ പറ്റണം? അവൻ നമ്മൾ 14 വാക്യത്തിൽ നമ്മൾ നോക്കാം. എൻ്റെ ബന്ധങ്ങൾ ക്രിസ്തു 14 വാക്യം ഒക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നു. സഹോദരന്മാർ മിക്കവരും എൻ്റെ ബന്ധനങ്ങൾ കർത്താവിൽ ധൈര്യം പൂണ്ടു. 14 വാക്യം അതുമൂലം എന്നെ പറ്റി ഞാൻ ബന്ധസ്ഥനായത് മുഖാന്തരം എന്നെ പറ്റി
ഇങ്ങനെ ഉള്ള എല്ലാവരും, അതായത് ദൈവമക്കൾ എല്ലാവരും മിക്കവരും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും എന്നാ പറ്റി ധൈര്യം പൂണ്ടു. അതാ അപ്പോസ്തലനായ പൗലോസ് ഇപ്പടി ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ മുടിയാതെ? അപ്പോസ്തലനായ പൗലോസ് അവന് സന്തോഷം ഇരിക്കെ, അവന് സമാധാനം ഇരിക്കെ, അവൻ ഞങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കെ, ഞങ്ങൾക്ക് വേണ്ടി അവൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച ഞങ്ങളോട് ചൊല്ലിവെച്ച് അവൻ കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നിട്ടും ഞങ്ങളോട് ഇത്രയും വാഞ്ചയിരിക്കെ, അതുമല്ല ആണ്ടവർക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി ആണ്ടവരെ അവൻ്റെ നേസം ഞങ്ങൾ കാണിച്ചത് മുഖാന്തരം അന്നേരം അവൻ എത്രമാത്രം നേസിക്കുന്നു, അന്നേരം ആ ആണ്ടവർ താൻ ഞങ്ങളെയും വീണ്ടെടുത്തത്. ഏത്? അപ്പോസ്തലനായ പൗലോസിനെ വീണ്ടെടുത്ത ആ ആണ്ടവർത്താൻ ഞങ്ങളെയും വീണ്ടെടുത്ത്. അന്നേരം അവൻ്റെ നേസം ഞങ്ങൾക്കും അതേപോലെ വന്നിരിക്കും. അങ്ങനെ വന്നിരിക്കുമ്പോൾ അത് മാത്രമല്ല, പൗലോസ് അല്ലെങ്കിൽ പോൾ അപ്പടി കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ എന്നാ പറ്റും? ഞങ്ങൾക്കും അതിന് യാതൊരു ഭയവും கிடைக்காது. അന്നേരം ഇങ്ങനെ നമ്മൾ പാക്കുന്ന അപ്പോസ്തലനായ പൗലോസ് എന്നാ പറ്റിയാച്ച്? ഒരു മാതൃക കാട്ടിയാച്ച്. മാതൃക എന്ന് ചൊല്ലിയാൽ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു നമൂന, അല്ലെങ്കിൽ നമ്മൾ എന്നെ പറ്റുന്ന മാതൃക ശരിയായ വാക്യം എന്ന് വിസാരിക്കും തമ്മിൽ. അവൻ നമുക്ക് വേണ്ടി ഒരു മാതൃക കാട്ടി. അവൻ എന്ത് മാതൃക കാട്ടിയാച്ചേ? ആണ്ടോടെ നേസം അവനിലുണ്ടെന്നു, ആണ്ടവരുടെ സമാധാനം അവനിലുണ്ടെന്നു, ആണ്ടവരുടെ കൃപ എൻ്റെ മേലുണ്ടെന്നു. അതുമാത്രമല്ല, ആണ്ടവർ ഞാൻ ഈ കെട്ടപ്പെട്ട അവസ്ഥയിലും ആണ്ടവർക്ക് വേണ്ടി ഞാൻ കെട്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ സന്തോഷിക്കുന്നു. അവൻ്റെ സന്തോഷം അതിനാൽ താൻ അതുമൂലം അതുകൊണ്ട് എന്താ പറ്റി? ആ ഫിലിപ്പിയുള്ള അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾ ആരൊക്കെ കേട്ടാച്ച് അവരെല്ലാം ധൈര്യം പൂണ്ടപ്പോൾ എന്നാ നമ്മൾ വാസിക്കുന്നത്? ധൈര്യം പൂണ്ടപ്പോൾ എന്നാ പണിയാച്ച്? മിക്കവാറും എൻ്റെ ബന്ധങ്ങൾ കർത്താവിൻ്റെ ധൈര്യം പൂണ്ടു, ദൈവത്തിൻ്റെ വചനം ഭയം കൂടെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്താ പറ്റുന്ന സ്ത്രീമാവും അവർ ധൈര്യം പൂണ്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം അവർ മറ്റുള്ളവരോട് സ്പേശുവാൻ വേണ്ടി അവർ നനച്ചാച്ച്. അന്നേരം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ആണ്ടോടെ സുവിശേഷം ചൊല്ലാതിരിക്കുന്നത്? നമുക്ക് ധൈര്യം கிடைக்காது, നമുക്ക് ഭയമിരിക്കുക, ഉള്ളിരിക്കുക. ഞാൻ പേശിയാൽ അവർ എന്നെ പണ്ണും, അവരെന്നെ ജയിലിൽ അടയ്ക്കും, അല്ലെങ്കിൽ അവരെന്നെ അടിച്ചിടും, അല്ലെങ്കിൽ അവരെന്നെ കൊന്നിടും, അല്ലെങ്കിൽ അവർ എനിക്ക് എന്നെ ദണ്ഡം തരുമെന്ന് എനിക്ക് தெரியாது, അവരെന്നെ നിന്ദിച്ചിടും, അവരെന്നെ തുപ്പിയിടും, അവരെന്നെ കല്ലെറിഞ്ഞിടും, എല്ലാമേ ചിന്തിക്കാം. പക്ഷേ ചെരുപ്പെറിഞ്ഞിടും. പക്ഷേ നമ്മുടെ ഭയം അത് മാറണം. നേരത്തെ ഞാൻ നിങ്ങളോട് ചൊല്ലി ഞാൻ ചൊല്ലിയാച്ചേ എന്നത് പാപത്തിൻ്റെ ആദ്യത്തെ ഫലം എന്ന് தெரியுമോ? സാത്താൻ്റെ ആദ്യത്തെ ഫലം ഭയം നമുക്ക് തന്നിടുക. നമ്മൾ ഭയന്നിടുക. നമ്മൾ ഭയക്കുമ്പോൾ താൻ നമുക്ക് പ്രോബ്ലം വരും. നമുക്ക് പാക്കലം നമുക്ക് ഭയത്തെ പറ്റി നമുക്ക് ആദ്യം ചൊല്ലുന്ന കാര്യം എങ്ങനെ? ആദാമും ഹവ്വായും എന്നാ പണിയാച്ച്? അവർ ഫലം ഭക്ഷിച്ചാച്ച്. ഓക്കെ, അവർ നഗ്നരാണ്, അല്ലെങ്കിൽ തുണി ഇല്ലാതിരിക്കുക എന്ന് അവർ തിരിഞ്ഞാച്ച്. അവർക്ക് രമ്പ നാണം വന്നാച്ച്. അവർ എന്നാ പണിയാച്ച്? ഇല കൊണ്ട് അവർ തുണി ഉണ്ടായച്ച്. ഇങ്ങനെ ആണ്ടവർ അവരുടെ തകപ്പനായ ആണ്ടവർ അവരോട് പേശാൻ വേണ്ടി സായങ്കാലം വന്നപ്പോൾ അവനെ കൂപ്പിട്ടപ്പോൾ അവൻ എന്നാ ചൊല്ലുന്നത്? ആണ്ടവരെ എനിക്ക് ഭയം വന്നിരിക്കുക. എന്തിനു ഭയം വന്നിരിക്കുന്നത്? ഞാൻ നഗ്നനായതുകൊണ്ട് എനിക്ക് ഭയം വന്നിരിക്കുന്നതിന് മുമ്പിൽ വരുവാൻ തക്കോണം ഭയം വന്നിരിക്കുക. അതുതാൻ അപ്പടി ചൊല്ലിയിരിക്കുക. അന്നേരം നമുക്ക് ഭയം, അതാണ് സാത്താൻ്റെ ഫലം എന്ന് നമ്മൾ ചൊല്ലുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫലമോ? സന്തോഷം, സമാധാനം, ധൈര്യം, ഇതെല്ലാം ദൈവത്തിൻ്റെ ഫലം. സാത്താൻ്റെ ഫലം എന്നത് നമുക്ക് ഭയം, നമുക്ക് നാണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഞാൻ ആണ്ടവരെ പറ്റി പേശുമ്പോൾ അയ്യോ അവരെല്ലാമേ എന്നെ ചെയ്യും, അവരെല്ലാമേ എന്നോട് ലാഭണ്, അല്ലെങ്കിൽ അവർ എന്നെ കളിയാക്കിയിടും എന്ന് വിചാരിച്ച് നമ്മൾ നാണപ്പെട്ട് നമ്മൾ ഒരിടത്ത് മാറിയിരിക്കും. അന്നേരം നാണം നമ്മുടെ മാറണം, അല്ലെങ്കിൽ നമ്മുടെ ഭയം നമ്മളിൽ നിന്ന് മാറുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ധൈര്യം വന്നിടുമ്പോൾ എന്ത് പറ്റും?
നമുക്ക് ആണ്ടവരുടെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ തക്കോണം സഹായിക്കും. എല്ലാവരോടും, എല്ലാ മക്കളോടും, ഈ ലോകത്തിലുള്ള നമ്മൾ വിചാരിക്കണം, നമ്മളും പാപികളായിരുന്നു, നമ്മളും ദോഷികളായിരുന്നു, നമ്മളും അന്യജാതിക്കാരായിരുന്നു, നമ്മളും പരദേശികളായിരുന്നു. നമ്മൾ ആണ്ടവരോട് പക്കത്തിൽ വരുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്തവരായിരുന്നു. നമുക്ക് ഒരു കാര്യവും നമുക്ക് ചൊല്ലുവാൻ തക്കോണം യാതൊന്നുമേ கிடைக்காது. എല്ലാ രീതിയിലും നമ്മൾ ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരത, നമുക്ക് ഭയം, ആണ്ടവർ നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്നാ പറ്റിയേനെ? എന്നാൽ ആണ്ടവർ നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അവൻ അടിമത്തത്തിൽ നിന്ന് നമ്മളെ പിടിച്ചു. ഇപ്പം നമുക്കിപ്പോൾ അടിമത്തമില്ല, എന്നിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി. അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്ത്, അവൻ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. ഇപ്പോൾ നമ്മൾ ഫ്രീ മാൻ, അതായത് എല്ലാ മക്കളെ പോലെ നമ്മളെ ഫ്രീ ആക്കി. നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് സ്വാതന്ത്ര്യം கிடைச்சாச்சு. അന്നേരം ആ മക്കളായ നമ്മളെ ആ സ്വാതന്ത്ര്യം നൽകിയാച്ച് നമ്മൾ അവനിൽ വിശ്വസിക്കുകയും അവനോട് ചൊല്ലുക, ആണ്ടവരെ ഇനിയും ഞാൻ ഈ അടിമത്തത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചൊല്ലി പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മാറിയിട്ട്, ആണ്ടവരെ ഞാൻ നിന്റെ അടിമയായിക്കൊള്ളാം, ഞാൻ നിന്റെ ദാസനായിക്കൊള്ളാം, നീ ചൊല്ലുന്നത് എല്ലാമേ ഞാൻ ചെയ്തുകൊള്ളാം, ആണ്ടവരെ നീ എനിക്ക് ധൈര്യം തന്നിട, ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തിടാം, നീ എന്നെ സ്നേഹിച്ചോ, നീ എന്നെ വിലയ്ക്ക് വാങ്ങി, നീ എന്നെ മക്കളാക്കി തീർത്തു. അതാണ് അവൻ്റെ 18 റോമാലേഖനത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത്. അവൻ നിങ്ങളെ മക്കളാക്കി. നീ ആരൊക്കെ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവനെ വാഗൊണ്ട് ഏറ്റു ചൊല്ലുകയും അവനെ ആണ്ടവരെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. അന്ന് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് ഭയം മാറിടും. അത് മാത്രമല്ല, നമുക്ക് ആണ്ടവരുടെ പുത്രൻ, അവരെ പുത്രന്മാരാക്കി തീർത്തുമെന്ന് നമ്മൾ ആണ്ടവരുടെ ഗ്രഹത്തിലുള്ള പെട്ടവരായി നമ്മൾ പുത്രന്മാരെന്ന് പറഞ്ഞാൽ പുത്രന്മാർ എങ്കിൽ വിചാരിക്കുന്നത് നമ്മുടെ പുത്രന്മാർ അപ്പൻ്റെ വീട്ടിലെത്താൻ വസിക്കുന്നത്. ഗ്രഹം എന്ന് ചൊല്ലിയാൽ നമ്മുടെ വീടേത്? ആണ്ടവർ ഇരിക്കുന്ന ഇടം താൻ നമ്മുടെ വീട്. നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകിയിരിക്കുകയാണ്. ഇത്ര വലിയ പ്രവേശനം തരുമ്പോൾ നമുക്ക് നമ്മൾ ഒരു ആണ്ടവരുടെ പുത്രരായിരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ആണ്ടവരുടെ സ്വഭാവം നമുക്ക് கிடைக்கும். അതാണ് ഇപ്പം എൻ്റെ മക്കൾ എപ്പടി ഇരിക്കും? എന്നെപ്പോലെ ഇരിക്കും. അവരുടെ സ്വഭാവം എപ്പടി ഇരിക്കും? എന്നെപ്പോലെ തന്നെ. എന്നാൽ അതേപോലെ തന്നെ ആണ്ടവർ നമ്മളെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ മക്കളാക്കിയപ്പോൾ നമുക്കും അവൻ്റെ സ്വഭാവം கிடைക്കും. അവൻ്റെ സ്വഭാവം എന്താ? സ്നേഹം, സന്തോഷം, നേസം, സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ എല്ലാവിധമായ കൃപകൾ നമുക്ക് നേരിടും. നമ്മൾ 14 വാക്യം താൻ നമ്മൾ വായിച്ചുകൊണ്ട്, ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ എനിക്ക് അവർ തുനിയുകയും ചെയ്തു. അവർക്ക് ഭയം കൂടാതെ ആണ്ടവരെ തുതിപ്പാൻ തക്കോണം അവർക്ക് ഇടയായ. 15 വാക്യം നമ്മൾ എന്ന വാക്യം, ചിലർ ക്രിസ്തുവിനെ അസൂയ പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലർ നമുക്ക് പാക്കണം, ചിലർ അസൂയ മൂലം പ്രസംഗിക്കുന്നു. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ഞാൻ സ്റ്റോപ്പ് കൊണ്ടുപോകണം. പ്രിയമാനവരെ, ഞാൻ നിങ്ങളോട് ചൊല്ലുന്നത്, ആണ്ടവർ നമ്മളെ വീണ്ടെടുത്താച്ച്, ആണ്ടവരുടെ സ്നേഹം നമുക്ക് നൽകിയാച്ച്, അവനെ നമുക്ക് സ്തുതിക്കാം. അവൻ്റെ ഫലങ്ങൾ നമുക്ക് അവൻ തന്നിരിക്കുക. ആ ഫലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അവനെ സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.